ആദ്യം ഞാൻ രാജു പി നായരിലേക്കാണ് പോകുന്നത്. രാജു പി നായർ, ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ പ്രിയദർശിനി എന്ന പേരിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, പക്ഷെ അത് ഓർഡിനറിയിൽ ഒതുക്കിയിരിക്കുന്നു എന്നൊരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നിങ്ങൾ പറഞ്ഞത് KSRTC സൗജന്യ യാത്ര എന്നുള്ളതാണ്. അത് ഫാസ്റ്റ് പാസഞ്ചറിലും പ്രതീക്ഷിച്ചിരുന്നു സ്ത്രീകൾ എന്നുള്ളതാണ്. വാഗ്ദാനങ്ങളിൽ അതായിരുന്നല്ലോ. അപ്പോൾ ഓർഡിനറിയിലേക്ക് ഒതുക്കേണ്ടി വന്നു. ഇനി ഓർഡിനറിയിൽ തന്നെ 100 ദിവസം അത് നടപ്പാക്കാനൊരുങ്ങുന്നു. അതിനപ്പുറം കടക്കാൻ പറ്റാത്ത വിധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. എന്താണ് ആദ്യഘട്ടത്തിൽ പറയാനാവുക? ആദ്യഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചോളം നമ്മൾ ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഇതാണ്, ഒരു പദ്ധതിയാണ്. തീർച്ചയായിട്ടും മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ പോലെ ഡയറക്റ്റ് അവർക്ക് പണം കൊല്ലിക്കൊണ്ടുള്ള ഒന്നാണെങ്കിൽ ഇതങ്ങനെയല്ല. ഇത് ഒരു വ്യവസായമായിട്ടാണ് സൂചിപ്പിച്ച പോലത്തെ കേരളത്തിലുള്ള ഗതാഗത സൗകര്യങ്ങളിലെല്ലാം ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചുവട് വെക്കുമ്പോൾ നമുക്കതിന് കുറേയധികം ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു പരീക്ഷണഘട്ടം എന്ന നിലയ്ക്ക് പരീക്ഷണഘട്ടം എന്നല്ല, ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം ഈ ഓർഡിനറി വാഹനങ്ങളിലേക്ക് ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നമ്മൾ ഇപ്പോൾ നൽകും. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ പോലെ 6 മാസത്തിനുള്ളിൽ അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെ KSRTC അധിക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു സമഗ്രമായിട്ടുള്ള ഒരു പരിഷ്കരണത്തിന് ശേഷം ഇത് മറ്റ് ഇതിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്നുള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ടാവും, ആർഗ്യുമെൻറ്റ്സ് കുറേ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടും. അതുകൂടാതെ KSRTCയുടെ റൂട്ടുകളുള്ളത് പല സ്ഥലങ്ങളിലേക്കും KSRTC റൂട്ടുകൾ പരിമിതപ്പെട്ടുമാണ് എന്ന് നമുക്ക് ഏകദേശം 28% KSRTC ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ പല സ്ഥലങ്ങളിലേക്കും റൂട്ടുകളിലും KSRTC ഇല്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കപ്പെടണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ ചുവട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഓർഡിനറി ബസ്സിലേക്കായിട്ട് പരിമിതപ്പെടുത്തി നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. അത് നമ്മൾ പോകെ അതിൽ പരിഷ്കരണം നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അധിക റൂട്ടുകൾ വേണ്ടെടുത്ത് അത്തരത്തിൽ അത് കൺസിഡർ ചെയ്തുകൊണ്ടുള്ളതെല്ലാം ഇത് കുറേ കൂടി ബെറ്റർ ആക്കി കൊണ്ടുപോകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ ശ്രീ രാജു പി നായർ, നിങ്ങൾ ഇറക്കിയ ധവള പത്രത്തിൽ തന്നെ ഈ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതിൽ ആദ്യഘട്ടത്തിൽ പറയുന്നത് KSRTC ആണ്. എല്ലാ വർഷങ്ങളിലും അവലോകനം ചെയ്യുന്ന എല്ലാ വർഷങ്ങളിലും KSRTC നഷ്ടം നേരിട്ടു എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഇത് കാലക്രമേണ നഷ്ടങ്ങൾ സ്ഥിരമായി കുന്നുകൂടുന്നതിലേക്ക് നയിച്ചു എന്ന പട്ടികയുടെ അവസാന വരിയിൽ പ്രതിഫലിക്കുന്നു. അതായത് പട്ടിക കാണിക്കുന്നുണ്ട്. ഈ സഞ്ചിത നഷ്ടങ്ങൾ കോർപ്പറേഷന്റെ അറ്റ മൂല്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് വർദ്ധിക്കുകയും ഈ കാലയളവിൽ ഉടനീളം അത് നെഗറ്റീവായി തുടരുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. KSRTCയുടെ തുടർച്ചയായ ദുർബലമായ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായ ധനകാര്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തുടർച്ചയായ ബജറ്റ് പിന്തുണയിലൂടെ നിലവിൽ തന്നെ പരിമിതമായ സംസ്ഥാനത്തിന്റെ ധനകാര്യ വിഭവങ്ങളുടെ മേൽ ഇത് വലിയൊരു ഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, പൊതുഗതാഗത സേവനങ്ങൾ വിപുലീകരിക്കാനും നവീകരിക്കാനും ആവശ്യമായ നിക്ഷേപങ്ങൾ നടത്തുന്നതിനുള്ള കോർപ്പറേഷന്റെ ശേഷിയെ ഇത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. സുസ്ഥിരമായ ഗതാഗത സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും കാലാവസ്ഥാ അതിജീവന ശേഷിയും പരിസ്ഥിതി സൗഹൃദമായ സമൂഹത്തിലേക്കുള്ള സംസ്ഥാനത്തിന്റെ മാറ്റം ത്വരിതപ്പെടുത്താനും വിശ്വസനീയവും കാര്യക്ഷമമായ ഒരു പൊതുഗതാഗത സംവിധാനത്തിന്റെ വികസനം അത്യന്താപേക്ഷിതമായ കാലഘട്ടത്തിൽ ഇത് ആശങ്കാജനകമാണ് എന്നാണ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിലവിൽ തന്നെ നടുവൊടിഞ്ഞിരിക്കുന്ന KSRTC, ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ തന്നെ പണം നൽകേണ്ടി വരുന്ന KSRTC, ഇപ്പോൾ ഇതിനകം തന്നെ മാസം 70 കോടി, അത് വർഷമെടുക്കുമ്പോൾ 800 കോടി നഷ്ടമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പദ്ധതി കൂടി വരുമ്പോൾ എങ്ങനെ അതിനൊരു ഒരു മാനേജ്മെന്റ് മാത്രമല്ല, അതിനൊരു മനസ്സിലൊരു കണക്കുണ്ടാകണമല്ലോ. മുഴുവൻ സർക്കാരിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റാത്ത നിലവിൽ തന്നെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൗജന്യം വരുമ്പോൾ അതിലപ്പുറം കണക്കുകൾ വരുന്നു. എങ്ങനെയാണ് അതുകൂടി ഒന്ന് വിശദീകരിക്കപ്പെടേണ്ടതല്ലേ? അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. KSRTCക്ക് അല്ലല്ലോ ഇതിൻ്റെ ബാധ്യത. അതുകൊണ്ടാണ് KSRTC ആ ടിക്കറ്റിംഗ് നടത്തുമ്പോൾ ടിക്കറ്റിങ്ങിലൂടെ സ്ത്രീ യാത്രക്കാർ എത്ര പേരുണ്ടെന്നുള്ളതും അവർക്ക് വരുന്ന അതിൻ്റെ ടോട്ടൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കോസ്റ്റ്, ആ കോസ്റ്റ് സർക്കാർ കൊടുക്കല്ലേ. സർക്കാർ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ടല്ലേ നടപ്പാക്കുന്നത്. അപ്പോൾ KSRTC സംബന്ധിച്ചോളം KSRTCക്ക് നഷ്ടമില്ല, ഇതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നില്ല. ആ പണം സർക്കാർ കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് KSRTCയുടെ നഷ്ടവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. KSRTCയെ സംബന്ധിച്ചോളം അത്രയും സ്ത്രീ യാത്രക്കാരുടെ ലഭിക്കേണ്ട പണം, ആ പണം സർക്കാർ അവർക്ക് KSRTCക്ക് കൊടുക്കും. അങ്ങനെയാണല്ലോ.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.